തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ഇടതുമുന്നണി യോഗം ചേരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPM-ഉം ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് CPI-യും വിലയിരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ടാക്കിയ ആഘാതം സംബന്ധിച്ചും മുന്നണിയിൽ വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുന്നതിനിടെയാണ് നിർണായക യോഗം ചേരുന്നത്. AK സ്റ്റെഫൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സ്റ്റെഫൻ, നിർണായക യോഗമാണെന്ന് ചേരുന്നത് പലതവണയായി പല ഘടകങ്ങളിൽ വിലയിരുത്തി എന്താണ് തോൽവിയുടെ കാരണമെന്ന് CPI-യും CPM-ഉം രണ്ട് തട്ടിലാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ എന്തായിരിക്കും തിരിച്ചറിയുക, മനസ്സിലാക്കുക, തീരുമാനമെടുക്കുക? ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇടതു മുന്നണിക്ക്. അതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ LDF യോഗം പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ എല്ലാ പാർട്ടികളും അവരുടേതായിട്ടുള്ള നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. അതിലെല്ലാം തന്നെ വിലയിരുത്തൽ ഉണ്ടായി. CPM ഇപ്പോഴും ഉറച്ചു പറയുന്നത് പ്രാദേശികമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രാദേശികമായ ഭരണകൂടത്തിന്റെ തിരിച്ചടികളുമൊക്കെയാണ് ഈ പല തോൽവിക്കും കാരണമായത് എന്നുള്ളതാണ്. ഒപ്പം എന്നാൽ CPI സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾ, ഒപ്പം തന്നെ മറ്റ് പല കാര്യങ്ങൾ, ഈ ഭരണവിരുദ്ധ വികാരവും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് CPI എത്തി നിൽക്കുന്നത്. ഇനി എന്ത് വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരുമെന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. കാരണം രണ്ട് തട്ടിൽ പാർട്ടികൾ നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. വെള്ളാപ്പള്ളി CPIക്കെതിരെ പറഞ്ഞ പരാമർശങ്ങളുണ്ട്. AK ബാലൻ നടത്തിയ പരാമർശമുണ്ട്. ഇന്ന് രാവിലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി LDF യോഗത്തിലേക്ക് കടന്നു പോകുമ്പോഴും AK ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതിലും CPM പോലും രണ്ട് തട്ടിലാണ് എന്നുള്ള പ്രതീതി വരുന്നു. കാരണം ഇന്നലെ ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MP ഗോവിന്ദൻ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ MP ഗോവിന്ദൻ AK ബാലനെ തള്ളുന്ന ഒരു നിലപാടാണുള്ളത്. എന്ത് തരത്തിലുള്ള നിലപാടുകൾ പറയണമെങ്കിലും അത് പാർട്ടി പറയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി. ഒറ്റ വാക്ക് മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം യോഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ പാർട്ടി പറയും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയേണ്ടത് പാർട്ടിയാണ്. മറ്റ് സ്ഥാനം ഒന്നും തന്നെ വഹിക്കാത്ത AK ബാലൻ അതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നൊരു വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. അത് തന്നെയാണ് യോഗത്തിലും ഉണ്ടായത്. പക്ഷേ എന്നാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടതി അയോഗ്യനാക്കിയതിനെ തുടർന്ന് ആന്റണി രാജു ഏതായാലും ഇന്നത്തെ LDF യോഗത്തിൽ എത്തിച്ചേർന്നിട്ടില്ല.